നവരാത്രി ആഘോഷങ്ങളിൽ നിറഞ്ഞ് പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ധൂളിയിൽ ഒരുക്കുന്ന നവദുർഗാ ഭാവങ്ങളിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂജകളും നടന്നുവരികയാണ്. ഈ മാസം 13 വരെ വിവിധ പരിപാടികളോടെയാണ് നവരാത്രി മഹോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. നവരാത്രി മഹോത്സവത്തിൽ 9 ദിവസവും വൈകിട്ട് 5:30 തുടങ്ങുന്ന പൂജ, സഹസ്രനാമജപം, മറ്റ് വേദമന്ത്രങ്ങൾ എന്നിവ വിശേഷമായി ദിവസവും നടക്കും. 7 മണിക്ക് കലാപരിപാടികൾ അരങ്ങേറും. ധൂളി ചിത്രകാരൻ പുരളിപ്പുറം നാരായണൻ നമ്പൂതിരി 9 ദിവസങ്ങളിലായി ഒരുക്കുന്ന നവദുർഗാ പത്മങ്ങളിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പൂജകൾ ദിവസവും നടക്കുന്നുണ്ട്. രാവിലെ 5:30 വ്യത്യസ്ത ഗണപതി ഭാവങ്ങളിൽ വ്യത്യസ്ത ഫലപ്രാപ്തിക്കായി നടത്തുന്ന ഗണപതി ഹോമങ്ങളുമുണ്ട്. അതുപോലെ വ്യത്യസ്ത കാര്യസിദ്ധിക്കായി നടക്കുന്ന ഹോമങ്ങൾ രാവിലെ 8 നടക്കുമെന്ന് പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം മേൽശാന്തിയും മുൻ ഗുരുവായൂർ ശബരിമല മേൽശാന്തിയുമായ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരി പറഞ്ഞു. സാധാരണ 32 തരത്തിലുള്ള ഗണപതി പറയാറുണ്ട് ധ്യാനങ്ങൾ. അതിൽ ഒരു 11 ഗണപതി ധ്യാനം. ആ ഗണപതി ധ്യാനം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, ജനങ്ങൾക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് ആവശ്യ ആഗ്രഹങ്ങൾ നിർത്തി വരുത്താനും അങ്ങനെയുള്ള നമുക്ക് അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഓരോ കാര്യം നിർത്തി കണക്കാക്കിയിട്ട് അങ്ങനൊരു 9 ഗണപതി ഹോമങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള 9 ഗണപതി ഹോമങ്ങൾ. അതുപോലെ തന്നെ ഒരു 9ഓളം വ്യത്യസ്ത ഹോമങ്ങൾ. അത് നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ട് അതായത് ദക്ഷിണാവിദ്യ കാര്യങ്ങളൊക്കെ, ദക്ഷിണാമൂർത്തി ഹോമം, ഗായത്രി ഹോമം, അതുപോലെ വിദ്യാരാജഗോപാലം. പിന്നെ ഹൈഗ്രീവായിരുന്നു, ഹൈഗ്രീവം, ശ്രീവിദ്യാഹോമം, സ്വയംവരം, അശ്വാരൂഢം, അങ്ങനെ ഉള്ള വനദുർഗ, അങ്ങനെ ഒരു 9 ദിവസം വ്യത്യസ്തമായിട്ടുള്ള ഹോമങ്ങൾ. അതും ഇതിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും രാവിലെ അത് നടത്തുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ദേവി ഭാഗവത പാരായണം, കളം വരയ്ക്കൽ, വിശേഷാൽ പൂജകൾ, ദുർഗാഷ്ടമി ദിവസം വൈകിട്ട് 6 മണി മുതൽ കുമാരി പൂജ, വിജയദശമിയിൽ വിദ്യാരംഭ ചടങ്ങുകൾ എന്നിവയുമുണ്ട്. ജനം, കൊച്ചി.